കടബാധ്യത നമ്മുടെ കഴുത്തിലെ ഏറ്റവും വലിയ ഒരു നുഖമാണ്. കടബാധ്യത തലയിലെ ഏറ്റവും വലിയൊരു ഭാരമാണ്. കടബാധ്യത കൊണ്ട് തകർന്ന കുടുംബങ്ങളെ ഇന്ന് കർത്താവ് വിടുവിക്കാനായിട്ട് പോകുക. കടബാധ്യതയുടെ ഭാരം അവിടുന്ന് എടുത്തു മാറ്റും. നിന്റെ കഴുത്തിലെ നുഖം, കടബാധ്യതയുടെ നുഖം അവിടുന്ന് തകർക്കും. യേശുവിൻ്റെ അധികാരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, കടബാധ്യതക്കാർക്ക് വിടുതൽ ലഭിക്കട്ടെ. യേശുനാമത്തിൻ്റെ അത്ഭുത ശക്തി കടന്നു പോകട്ടെ. സാമ്പത്തികമായിട്ട് തകർന്ന ജോലിക്കാര്, ബിസിനസ്സുകാര്, കൃഷിക്കാര്, അവർക്ക് വിടുതൽ ലഭിക്കട്ടെ. പണം പലിശയ്ക്ക് വാങ്ങിയിട്ട് പലിശ കൊടുത്ത് തകർന്നവര്, മനസ്സ് മടുത്തവര്, ആത്മഹത്യയിൽ നിൽക്കുന്നവർക്ക് യേശുനാമത്തിൽ വിടുതലാവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഓൾ സൈറ്റാനിക് ബോണ്ടേജസ് ലൂസൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സാത്താനിട്ട ചങ്ങലകൾ തകർക്കുന്നു. ഓൾ ചെയിൻസ് ബ്രേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ കടബാധ്യതയുടെ ചങ്ങല തകർക്കുന്നു. ദൈവത്തിൻ്റെ ജനം സ്വതന്ത്രമാവട്ടെ, വിടുതലാവട്ടെ. ഉറപ്പായിട്ടും യേശു കടബാധ്യതകളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ഇവിടെ ആ പാവപ്പെട്ട സ്ത്രീ പ്രവാചകന്റെ അടുക്കൽ വന്ന് സങ്കടം പറയുക. പ്രവാചകന്റെ ഉള്ളിൽ, എലീശ പ്രവാചകന്റെ ഉള്ളിൽ ആത്മാവ് ജ്വലിക്കുവാൻ തുടങ്ങി. ആ വലിയ പ്രവാചകൻ, വിശുദ്ധ ബൈബിളിലെ അതിശക്തനായ പ്രവാചകന എലീശ, ഏലിയായിൽ നിന്ന് അസാധാരണമായ കൃപാവരങ്ങൾ പ്രാപിച്ച വലിയ ദൈവമനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഉള്ള ഒന്ന് തേങ്ങി ഈ വിധവയുടെ കണ്ണുനീര് കണ്ടിട്ട്, ഈ സഹോദരയുടെ വിഷമം കണ്ടിട്ട് എലീശ ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ആണ് ചെയ്തു തരേണ്ടത്? നീ പറയുക. ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? നീ പറയുക, ഞാൻ എന്ത് ചെയ്തു തരണം. കാരണം അവൾക്ക് ഒറ്റ ആവശ്യമാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകരുത്, കടബാധ്യതയിൽ നിന്ന് ഒരു വിടുതലും ആവശ്യമാണ്. പ്രവാചകൻ ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഈ ദാസയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവൾ പറയുക, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. ഭക്ഷണമുണ്ടാക്കാൻ മറ്റ് ഭക്ഷ്യവസ്തുക്കളായിട്ടൊന്നുമില്ല. മക്കളെ പിടിച്ചുകൊണ്ട് വരുന്ന കടം കൊടുത്ത വ്യക്തി നിൽക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെ വലിയ പ്രതികൂലാവസ്ഥയിലൂടെയാണ് ഈ സഹോദരി, ഈ അമ്മ കടന്നു പോകുന്നത്, ഈ വിധവ കടന്നു പോകുന്നത്. വിധവയുടെ കണ്ണുനീരിനും വിധവയുടെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുണ്ട്. വിധവ നിലവിളിച്ചാൽ ഉടൻ തന്നെ ദൈവസന്നിധിയിൽ ആ നിലവിളി എത്തും. സങ്കീർത്തനം 56:8. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കടബാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്, നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ ഭാരങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. നിന്റെ കണ്ണുനീര് കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ അലച്ചില് കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ഭാരിച്ച കടബാധ്യത ദൈവസന്നിധിയിലേക്ക് നീ ഒന്ന് സമർപ്പിച്ചേ. അതെത്ര കോടിയാണെങ്കിലും, എത്ര ലക്ഷമാണെങ്കിലും, എന്താണെങ്കിലും അത് ദൈവം വീട്ടിൽ തരും. നീ കർത്താവിനെ മുറുകെ പിടിക്കുക, കർത്താവിനെ ഉറച്ചു വിശ്വസിക്കുക, കർത്താവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നീ ബുദ്ധിയുടെ തലങ്ങളിൽ ചിന്തിച്ച് ഭാരപ്പെടാൻ വരട്ടെ, ഹൃദയത്തിൽ വിശ്വസിക്കുക, എൻ്റെ ദൈവം എൻ്റെ കടബാധ്യതകൾ തീർത്തു തരും. ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. എൻ്റെ പിതാവായ ദൈവം സമ്പന്നന, നിനക്ക് വേണ്ടതെല്ലാം
അവൻ ആവശ്യത്തിന് തരും. അമർത്തി കുലുക്കുന്നിടച്ചടന്ന് അവൻ തരും. നിന്റെ കടബാധ്യതകൾ അവസാനിക്കും. നിനക്ക് മിച്ചമുണ്ടാകത്തക്ക വിധം ദൈവം നിന്നെ അനുഗ്രഹിക്കാനായിട്ട് പോകുകയാണ്. വിധവ പറയുന്നു, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. പ്രവാചകൻ പറഞ്ഞു, നീ വേഗം ചെല്ലുക, ധാരാളം പാത്രങ്ങൾ നീ ശേഖരിക്കുക. അവൾ വീട്ടിൽ ചെന്നു. മക്കളൊക്കെ അടുത്ത വീടുകളിലേക്ക് പോയി പാത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പാത്രങ്ങളൊക്കെ ശേഖരിച്ചു. പ്രവാചകൻ പറഞ്ഞു, അകത്ത് കിടന്ന് പിന്നെ നീയും നിന്റെ മക്കളും എണ്ണ ആ പാത്രങ്ങളിലേക്ക് പകരുക. ഒരു ഭരണി എണ്ണ വലിയൊരു അത്ഭുതമായിട്ട് മാറാനായിട്ട് പോകുകയാണ്. ഒരു ഭരണി എണ്ണ അനേക പാത്രങ്ങളിൽ നിറയാൻ പോകുക. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇതാണ് ദൈവം ചെയ്യുന്ന അത്ഭുതം. നിന്റെ കയ്യിലുള്ളത് നീ കർത്താവിന് കൊടുക്ക. കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്ക. കർത്താവിനെ ആശ്രയിക്കുക. കർത്താവ് നിന്നെ സഹായിക്കും. പുറപ്പാട് 14:14 നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് യുദ്ധം ചെയ്യും. നീ കർത്താവിൽ വിശ്വസിച്ച് ഒന്ന് ശാന്തമായിട്ടിരിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യാനായിട്ട് പോകുക. വലിയ അടയാളങ്ങൾ ചെയ്യാനായിട്ട് പോകുക. വിധവയും മക്കളും ധാരാളം പാത്രം ശേഖരിച്ചു. മുറിക്കുള്ളിൽ കയറി കതകടച്ചു. അതിനുശേഷം ആ ഭരണിയിലെ എണ്ണ അവർ പാത്രങ്ങളിലേക്ക് എടുത്തൊഴിക്കാൻ തുടങ്ങി. ഓരോ പാത്രങ്ങളിൽ ഒഴിക്കുമ്പോഴും ആ പാത്രങ്ങളിൽ എണ്ണ നിറയുകയാണ്, സമൃദ്ധിയാണ്. അതിൻ്റെ കടബാധ്യതയിൽ ദൈവം ഇടപെട്ടാൽ പിന്നീടത് സമൃദ്ധിയായിട്ട് മാറും. ഒരു ഭരണി എണ്ണ പല പാത്രങ്ങളിൽ ഒഴിച്ചപ്പോൾ ആ പാത്രങ്ങളെല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുക. വലിയ ഒരു അത്ഭുതം അവിടെ സംഭവിക്കുക. മനുഷ്യന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കുമൊക്കെ പിടികിട്ടാത്ത ഒരത്ഭുതം. പാത്രങ്ങളിൽ എണ്ണ നിറയുന്നു, എണ്ണ നിറയുന്നു, എണ്ണ നിറയുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമുക്കറിയാം, യേശു പറയാണ്, 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിക്കുന്ന സംഭവം. 50 വീതം ആളുകളെ പന്തികളായിട്ടിരുത്തുക. അതിനപ്പം ആശീർവദിച്ചു. ഇതാ വിളമ്പുമ്പോൾ അത് പെരുകയാണ്, അത് പെരുകയാണ്. 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ച് തൃപ്തരായി. 12 കുട്ട മിച്ചം വന്നു. ഉള്ളതിനെ വർദ്ധിപ്പിക്കുവാനായിട്ട് കർത്താവിന് പറ്റും. നിനക്ക് ഇന്ന് എന്തുണ്ടോ അത് പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുക. ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്ന് അമർത്തി കുലുക്കി വാരിക്കോരി നിറച്ചളന്ന് നിനക്ക് തരുവാനായിട്ട് പോകുക. ഇതാ അവര് എണ്ണ പാത്രങ്ങളിൽ പകർന്നു. പാത്രങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞു, മക്കളെ ഇനി പാത്രങ്ങളിലെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. അവൾ ദൈവപുരുഷൻ്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. ഉണ്ടോ, അവൾ ചെന്ന് ദൈവപുരുഷനോട് വിവരം പറഞ്ഞു, ഇതാ ഇതുപോലെ ഒരു അത്ഭുതം എൻ്റെ വീട്ടിൽ സംഭവിച്ചിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടിക്കൊള്ളുക, ശേഷിക്കുന്നുകൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക. എലീഷ പ്രവാചകന്റെ കരങ്ങളിലൂടെ, എലീഷ പറഞ്ഞ വാക്കിലൂടെ ആ വിധവയ്ക്കും കുടുംബത്തിനും വേണ്ടി വലിയ ഒരു അത്ഭുതം ചെയ്തു കർത്താവ്. കടബാധ്യത തീർന്നു. വാക്കുകൊണ്ട് ഉപജീവനം കഴിച്ചുകൊള്ളുക. ഹല്ലേലൂയ. നിന്റെ കടബാധ്യതകൾ തീരും. നിന്റെ ഞെരുക്കങ്ങൾ അവസാനിക്കും. നിനക്ക് സമ്പത്ത് മിച്ചം വരും. കൈ നിറച്ച് ദരിദ്രർക്കും സുവിശേഷത്തിനും നിന്റെ ദേവാലയത്തിനും കൊടുക്കാൻ കർത്താവ് നിനക്ക് തരും. ഉറപ്പാണെന്നേ. നീ തകർന്നു പോവത്തില്ല. കടബാധ്യതപ്പെട്ട് നീ തീർന്നു പോവത്തില്ല. നിന്റെ കടബാധ്യതകളിൽ നിന്ന് കർത്താവ് ഇപ്പോൾ തന്നെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ വിടുതൽ തരിക. കടബാധ്യതയുടെ കഴുത്തിലെ നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർക്കുന്നു. ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ
തിരുരക്തമെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ. അത്ഭുതകരമായ ദൈവശക്തി അയക്കണമേ. കടബാധ്യതകളുടെ ചങ്ങലകൾ, സാത്താനിട്ട ചങ്ങലകൾ തകർക്കുന്നു. കടബാധ്യതകൾ മാറിപ്പോവട്ടെ. സമൃദ്ധി ഉണ്ടാവട്ടെ. ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവട്ടെ. കൃഷികളിൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ജോലിയിൽ ഉയർച്ച ഉണ്ടാവട്ടെ. നാനാഭാഗത്തു നിന്നും ദൈവജനം സാമ്പത്തിക സമൃദ്ധിയാൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.